ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മൾ നോക്കുന്നത്. ഷോർട്ടായിട്ടാണ്. അപ്പോൾ ഇതിൽ F-35 ഇന്ത്യ എന്തുകൊണ്ടാണ് ഡംപ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒരു ഫൈറ്റർ ജെറ്റ് മേടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ചില വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ നീഡ്, നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസിന് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കണം. അതിലുപരിയായിട്ട് റിലയബിലിറ്റി, കോസ്റ്റ്, ഇതൊക്കെ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വെച്ച് കണ്ടീഷൻസ്. അതിലുപരിയായിട്ട് ഇപ്പം ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇന്ത്യ ഇപ്പം ഇതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. F-35 ഒഴിവാക്കിയതിന് ജിയോ പൊളിറ്റിക്കൽ കാരണം കൂടിയുണ്ട്. അതായത് അമേരിക്ക ഇന്ത്യയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, ഈ ജിയോ പൊളിറ്റിക്കലിൽ ഉണ്ടായ മാറ്റം, അതൊരു പ്രധാന കാരണമാണെന്ന് ഇന്ത്യ ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അത് അമേരിക്കയോട് തന്നെയാണ് പറയുന്നത്, നീ ചെയ്യാനുള്ളത് ചെയ്തോ, ഞങ്ങൾക്ക് ജിയോ പൊളിറ്റിക്കൽ റീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് റെസ്പെക്ട്, ആ ഒരു ഡിഗ്നിറ്റിയോട് കൂടി വേണം ഏത് രാജ്യത്തെയും ഡീൽ ചെയ്യാൻ. അതാണ് ഇന്ത്യ പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡെസാൾട്ടിന്റെ റഫേൽ ഫൈറ്റർ ജെറ്റുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള വാർത്തകൾ നമുക്ക് ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. അപ്പൊ അത് ഒന്നുകൂടെ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. ഇന്ത്യൻ ആർമി ബുള്ളറ്റ് പ്രൂഫ് ATVs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടെറൈൻ വെഹിക്കിൾസ്, അതായത് ഏത് കല്ലിലും മുള്ളിലും കാടിലും പാറയിലൊക്കെ കയറി പോകുന്ന രീതിയിലുള്ള എല്ലാ ടെറൈനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെഹിക്കിൾസ്, മിലിറ്ററി വെഹിക്കിൾസ്, ഹാർഡ് റോക്ക് വെഹിക്കിൾസ്, അത് ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഇന്ത്യ ബോർഡർ ഏരിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷണൽ റെഡിനെസ്, അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു അൺസർട്ടനിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷണൽ റെഡിനെസിന് വേണ്ടിയിട്ടാണ് ഈ വെഹിക്കിൾസ് ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ 114 റഫേൽ ഫൈറ്റർ ജെറ്റ് മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈന്റെ ഉള്ളിൽ ഭയങ്കര ചർച്ച. അതായത് എങ്ങനെയാണ് അവരതിനെ പോർട്രേ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ റഷ്യയിൽ നിന്ന് മേടിച്ച സോവിയറ്റ് ഫൈറ്റർ ജെറ്റുകൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാൻസിന്റെ അടുത്ത് നിന്ന് 114 റഫേൽ ഫൈറ്റർ ജെറ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഫോക്കസിലാണ് ആ വാർത്ത. അവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ അവർ പ്രൊപ്പഗൻഡയായിട്ട് വളച്ചൊടിച്ച് അതിനെ അങ്ങനെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അത് ശരിക്കും നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ഫൈറ്റർ ജെറ്റുകളാണ് നമ്മൾ അനലൈസ് ചെയ്തത്, നമ്മൾ ഒരുപാട് ഫൈറ്റർ ജെറ്റുകളെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിലയിരുത്തി പല സാഹചര്യങ്ങളിലും പല സമ്മർദ്ദങ്ങളിലും ഇടയിലൂടെ നമ്മൾ കടന്നു ചെന്ന് അവസാനമാണ് നമ്മൾ 114 എന്നുള്ള ഒരു നമ്പറും അത് ഡെസാൾട്ടിന്റെ റഫേൽ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓർഡർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത് യൂറോപ്പിന് ഫേവർ ആയിട്ടുള്ളത്. കാരണം ഫ്രാൻസിന്റെ അടുത്ത് നിന്നാണല്ലോ നമ്മൾ ഇത് മേടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഉക്രൈന് റഷ്യയുടെ ഫൈറ്റർ ജെറ്റിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മാറ്റർ എടുത്ത് ഉക്രൈൻ എയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ അർജുൻ MK2 എന്ന കാറ്റഗറിയിൽ പെടുന്ന ടാങ്കും അതുപോലെ തന്നെ ചൈനീസ് മെയ്ഡ് ടാങ്കാണ് പാകിസ്ഥാന്റെ അടുത്തുള്ളത്. ഇത് രണ്ടിന്റെയും കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്കും അർജുൻ MK2 എന്ന് പറഞ്ഞ ടാങ്ക് വളരെയധികം എഫിഷ്യന്റ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാൻ ചൈനീസ് ടാങ്കിന് പേരിട്ടിരിക്കുന്നത് ഖാലിദ് എന്നാണ് കേട്ടോ. ഖാലിദ്, ചൈനയിൽ നിന്ന് മേടിച്ചിട്ട് ഷാഹിൻ എന്ന് പേരിടും, അതുപോലെ ചൈനയിൽ നിന്ന് മേടിച്ചിട്ട് ഖാലിദ് എന്ന് പേരിടും. ഇങ്ങനെ പല പേരുകൾ അവരിടും. അത് പേര് കണ്ടിട്ട് ഇത് പാകിസ്ഥാൻ മേഡാണെന്ന് വിചാരിച്ചു കളയരുത്, അങ്ങനെയല്ല സംഭവം. നമ്മളിപ്പോൾ ഫ്രാൻസിൽ നിന്ന് റഫേൽ മേടിച്ചിട്ടുണ്ട്, നമ്മൾ റഫേൽ തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ പേരിടലിന്റെ ചില പ്രശ്നങ്ങൾ ഇന്ത്യക്കുള്ളിലും ഉണ്ട്, അത് വേറെ വിഷയം. എനിവേ, അപ്പൊ ഇന്ത്യയുടെ അർജുൻ MK2 എന്ന് പറഞ്ഞ ടാങ്കർ ഫയർ പവറിങ്, ഈ ഫയർ പവർ വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ് ഈ ഖാലിദ് എന്ന് പറഞ്ഞ ചൈനീസ് മെയ്ഡിനേക്കാളും. ഇതിനകത്ത് 120mm റൈഫിൾ ഇന്റഗ്രേറ്റഡ് ആണ്. ഇത് T90 ടാങ്കിന്റെ ആ ഒരു കോമ്പറ്റീറ്റീവ്നെസ്, അതിനേക്കാളും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് നമ്മുടെ അർജുൻ MK2 എന്ന് പറയുന്ന ടാങ്ക്. പിന്നെ അർജുൻ MK2വിന് 90% ആക്യുറസി കൃത്യമായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. ആ പ്രകടനമാണ് ഇതിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത്. അല്ല ചുമ്മാ 100 എണ്ണം വെടിവെച്ചിട്ട് 10 എണ്ണം കൊണ്ടു എന്നുള്ളതല്ല, 100 എണ്ണം അടിക്കുമ്പം 90 ഹിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഈ അർജുൻ MK2 ഡെസേർട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. ഡെസേർട്ട് വാർഫെയറിന് വളരെ വളരെ നിർണായകമായിട്ടുള്ള റോൾ വഹിക്കും. വളരെയധികം പെർഫോമൻസ് കൂടുതലും എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ മിഡിൽ ഈസ്റ്റ് മേഖലയും കൂടി ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഫ്യൂച്ചറിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ നമ്മൾ ഇട്ട് തകർക്കും. നമ്മുടെ രാജസ്ഥാൻ ടെറൈനിലായിക്കോട്ടെ, അതേപോലെ ലഡാക്ക് മേഖലയിലായിക്കോട്ടെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ്. ആ രീതിയിലാണ് ഇന്ത്യയുടെ ടെക്നോളജിക്കൽ മാനുഫാക്ചറിങ് നമ്മൾ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. US-ഉം യൂറോപ്പും നമുക്ക് സാങ്ഷൻ ചെയ്യും എന്നുള്ള രീതിയിലുള്ള നിലപാടുകളൊക്കെ എടുത്ത് മുന്നോട്ട് വന്നാലും ഇന്ത്യയുടെ എനർജി നീഡ് പൂർത്തീകരിക്കാനുള്ള കൃത്യമായ ബ്ലൂ പ്രിന്റ് ഇട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി തന്നെ 1 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലിന്റെ ഓർഡർ നമ്മൾ നൈജീരിയയിൽ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് സെപ്റ്റംബർ 1st വീക്ക് ഇന്ത്യയിൽ എത്തും. സെപ്റ്റംബർ 1st വീക്ക്, ഓഗസ്റ്റ് ലാസ്റ്റ്, അതുപോലെ തന്നെ സെപ്റ്റംബർ 1st വീക്കിൽ ഇന്ത്യയിൽ എത്തും.
അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എനർജി നീഡ് ഫുൾഫിൽ ചെയ്യാൻ ഒരു ഷോർട്ടേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ 85% എനർജി പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ളിൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എത്തനോൾ മിക്സ് ചെയ്യുന്നുണ്ട് പെട്രോളിൽ. അപ്പൊ അത് 80% പെട്രോൾ, 20% എത്തനോൾ. ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കാർബൺ എമിഷൻ, ആ ഒരു കാർബൺ കാൽക്കുലേറ്ററിൽ ആ ഫുട് പ്രിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്, ക്ലൈമറ്റോളജി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ അത് 20% എങ്കിൽ 20% നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണ്. അതിനനുസരിച്ചാണ്, അതിനുള്ള കപ്പാസിറ്റി അനുസരിച്ച് മാക്സിമം നമുക്ക് 20% നമുക്ക് ഇപ്പം 800 ലിറ്റർ പെട്രോളിന് 200 ലിറ്റർ നമ്മൾ എത്തനോൾ ചേർക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മെഷേഴ്സ് നമുക്ക് കാർബൺ ഫുട് പ്രിന്റിൽ രേഖപ്പെടുത്താൻ കഴിയുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യ ചെയ്യുന്നത് വെച്ചാൽ, ഇന്ത്യ ഗ്രീൻ എനർജി റെവല്യൂഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സോളാർ പാനലുകൾ ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഇതര മാർഗങ്ങൾ, അതായത് ന്യൂക്ലിയർ പ്ലാന്റ്, പവർ പ്ലാന്റുകൾ നിർമ്മിക്കാനും ഇപ്പൊ നമ്മൾ ഏതാണ്ട് 25ഓളം പവർ പ്ലാന്റുകൾ നമുക്കുണ്ട്. മൊത്തത്തിൽ ഇന്ത്യക്കുള്ളിൽ നമ്മൾ 8000 മെഗാവാട്ടാണ് നമ്മളുടെ പ്രൊഡക്ഷൻ ഈ എനർജി മേഖലയിൽ, ഇലക്ട്രിസിറ്റി. അത് നമ്മൾ 100 മെഗാവാട്ടായിട്ട് നമ്മൾ ഉയർത്തണം എന്നാണ് നമ്മളിപ്പം വിചാരിക്കുന്നത്. കാരണം നമ്മളുടെ ഇന്ത്യക്കുള്ളിൽ ഒരുപാട് ഫാക്ടറിയും പ്രൊഡക്ഷൻസും മാനുഫാക്ചറിങ് ഇതെല്ലാം വരണം എന്നുണ്ടെങ്കിൽ എനർജി വളരെയധികം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി നമുക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇന്ത്യക്കുള്ളിൽ അവൈലബിൾ ആക്കാൻ കഴിയണം. അപ്പൊ അതിനുള്ള മുന്നോട്ട് പോക്കാണ്. അത് ഗ്രീൻ എനർജി ത്രൂ എങ്ങനെ സാധിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്ത്യയുടെ എയിം. അതിലേക്കാണ് ഇന്ത്യയുടെ സഞ്ചാരം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഈ ഒരു ഫ്യൂവൽ കേസിൽ നമുക്ക് ഇങ്ങനെ 25% താരിഫ് ഒക്കെ അടിച്ച് തന്നുകൊണ്ട് ഇന്ത്യയെ ഒരു സൈഡിൽ ഒതുക്കാൻ നോക്കിക്കൊണ്ട് വെസ്റ്റേൺ കൺട്രീസ് അഥവാ യൂറോപ്യൻ യൂണിയൻ ഇതുവരെ ഒന്നും അങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അമേരിക്കൻ സൈഡിൽ നിന്ന് ഓൾറെഡി തന്നെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അമേരിക്ക ഇന്ത്യക്ക് ഈ താരിഫ് നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ അപ്പോയിന്റ്മെന്റ് ഡേറ്റുകൾ ഒന്നും തന്നെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ അതായത് ഒരു 2 to 3 വീക്സ് ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് മുകളിൽ താരിഫ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് അഡീഷണൽ താരിഫ് ചൈനയുമായിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദ്യം ചോദിച്ച സമയത്ത് ഫോക്സ് ന്യൂസ് ആണ് ചോദിക്കുന്നത്. ട്രംപ് അതിന് പറഞ്ഞ ഉത്തരം ഒരു പക്ഷേ അതിന് ആവശ്യം വരില്ല എന്നുള്ളൊരു ഉത്തരമാണ് പറഞ്ഞത്. അപ്പൊ അത് ട്രംപ് ആണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് മുഖവിലക്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. കാരണം ഏത് നേരത്തും പുള്ളി മാറ്റിയും മറിച്ചും സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു ചായ മേടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ഉടനെ തന്നെ താരിഫ് ഇടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന ട്രംപിന്റെ വാക്കിൽ നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല. എന്തായാലും ഓഗസ്റ്റ് 27 നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഡീഷണൽ 25% താരിഫ് വരുമോ ഇല്ലയോ എന്നുള്ളത്. അതുവരെ നമ്മൾ 25% താരിഫിൽ തന്നെ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഇന്ത്യ ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനുമായിട്ട് ഇനി ഒരു രീതിയിലുള്ള സംഭാഷണങ്ങളോ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കരാർ പുതുക്കലുകളോ ഒന്നും തന്നെ നടക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഇൻഡോ പസഫിക് സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിൽ സൗത്ത് ചൈന സീയിൽ ഒരു പട്രോളിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു പട്രോളിംഗ് ഇവിടെ നടന്നത്. അപ്പൊ അത് ചൈനയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ചൈനയുമായിട്ട് നമ്മൾ വേറെ പല വിഷയങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഫിലിപ്പൈൻസിന് നമ്മളൊരു സോളിഡാരിറ്റി കൊടുത്തുകൊണ്ട് ഈ ഒരു നേവൽ എക്സസൈസിൽ ഏർപ്പെട്ടതിന് ചൈനയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ തീർച്ചയായിട്ടും ചൈന ഇന്ത്യക്കെതിരെ പല സാഹചര്യങ്ങളിലും പല പല ബുദ്ധിമുട്ടുകളും പറയാറുണ്ട്. അത് ഇപ്പൊ പറയാറില്ല, ഇതിനു മുമ്പ് പറയാറുണ്ട്. കാരണം ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സ് അങ്ങനെയായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ചൈന ആ രീതിയിലായിരുന്നു പ്രതികരിച്ചിരുന്നത്. അപ്പൊ ആ പ്രതികരണത്തിന് ഇപ്പം ഇച്ചിരി അയവ് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം സൗത്ത് ചൈന സീയിൽ ഇന്ത്യയും ഫിലിപ്പൈൻസും കൂടി ചേർന്ന് നടത്തിയ നേവൽ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് ചൈന ഒരു രീതിയിലുള്ള കമന്റും വലുതായിട്ട് പാസ്സാക്കിയില്ല. വലിയ തോതിൽ അതിനെ പെരുപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈനിലെ സെലൻസ്കിയും വൈറ്റ് ഹൗസിൽ മീറ്റ് ചെയ്യും എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ ഇതിലേക്കുള്ള ഇൻവിറ്റേഷൻ ഓൾറെഡി തന്നെ ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അലാസ്ക മീറ്റിംഗ് കഴിഞ്ഞ മൊമെന്റിൽ തന്നെ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് രാത്രി ടൈമിലായിരിക്കും ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. കാരണം ഇന്ത്യൻ ടൈമും അമേരിക്കൻ ടൈമും തമ്മിൽ രാത്രി പകൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ രാത്രി സമയം, അതായത് നമ്മൾ ചൊവ്വാഴ്ചയിലോട്ട് കടക്കുന്ന ആ ഒരു ദിവസമായിരിക്കും അമേരിക്കയിൽ ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പൊ എന്നാലും ചൊവ്വാഴ്ച രാവിലെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ അറിയാൻ കഴിയുന്നതാണ്. എന്താണ് ചർച്ച, എന്താണ് രീതി എന്നുള്ളത്. ഇതിനകത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത് ഈ 4 പ്രൊവിൻസുകൾ, അതാണ് ഇതിൽ നിർണായകമായിട്ടുള്ള ചർച്ച. ഇതിൽ ഏതൊക്കെ പ്രൊവിൻസ് കൊടുക്കാൻ പറ്റും, ഏതാണ് സെലൻസ്കിക്ക് വേണ്ടത്, ഇതിലിങ്ങനെയാണ് പുടിൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇതോടുകൂടി ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് വിശാലമായി സംസാരിച്ച് ചോദിച്ച് മനസ്സിലാക്കി വിലയിരുത്താനാണ് ഈ ഒരു ചർച്ച നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഫോട്ടോയും
ഇത്തവണത്തെ ക്ഷണവും തമ്മിൽ മോക്ക് ചെയ്ത് ഒരുപാട് AI ഇമേജുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് വിഷയം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലേക്ക് ഇന്ന് ഒരു പെറ്റീഷൻ. ആ പെറ്റീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്റ്റേറ്റ് ഹുഡ് തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പെറ്റീഷൻ. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജമ്മു ആൻഡ് കാശ്മീരിന് സ്റ്റേറ്റ് ഹുഡ് തിരിച്ചു കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഒന്നാമത്തെ കാര്യം. സുപ്രീം കോടതിക്ക് അതിലൊന്നും തന്നെ പറയാനില്ല. അപ്പൊ ഇത് ശരിക്കും ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തത് ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചിട്ടാണ്. അവിടെ ഭൂരിപക്ഷം വോട്ട് നേടിയാണ് ഇത് നടപ്പിലാക്കിയത്. അപ്പൊ അവിടെ അതേപോലെ തന്നെ ഈ സ്റ്റേറ്റ് ഹുഡ് തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലും അത് അവിടെ തീരുമാനിക്കപ്പെടും. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴത്തേക്കും സുപ്രീം കോടതി പറഞ്ഞ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഹുഡ് തിരിച്ചു കൊടുക്കണം. അപ്പൊ അതിന് ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അവിടെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, പെഹൽഗാം ആക്രമണം നിങ്ങൾ മറന്നോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ സമാധാനമായിട്ട് മടങ്ങി പോവുക. ഗവൺമെന്റിന് അറിയാം ഏത് സമയത്ത് അത് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് നടപ്പിലാക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരം പറഞ്ഞ് ഈ ഒരു പെറ്റീഷനെ ക്വാഷ് ചെയ്ത് കളഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശുഭാൻഷു ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിരുന്ന വ്യക്തി മടങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി ശുഭാൻഷു ശുക്ലയെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് പുള്ളിക്ക് സ്വീകരണം ഒരുക്കിയിരുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.